ഹലോ ഗൈസ്, പത്തനംതിട്ട പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നയന നന്ദുവിനെ വിളിക്കുമ്പോൾ നന്ദുവിനെ പൂട്ടിയിട്ടേക്കുവാന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് പോവാണ് കേട്ടോ. അനന്തപുരിയിൽ നിന്ന് വണ്ടിയെടുത്ത് നേരെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇപ്പം വന്നേ, പെട്ടെന്ന് എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, നന്ദുവിനെ ഇപ്പോൾ ഞാൻ വിളിച്ചായിരുന്നു, എന്തിനാ അച്ഛാ അവളെ പൂട്ടിയിട്ടേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദന് ദേഷ്യം വരുവാണ് കേട്ടോ. എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അവളെ പൂട്ടിയിടുകയല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ആ കാരണം എന്താണെന്നാണ് ചോദിച്ചത് അച്ഛനോടെന്ന് പറഞ്ഞ് അതിന് ചെറുതായിട്ട് ചൂടാവുകയാണ് കേട്ടോ. അപ്പം ഗോവിന്ദനും ചൂടായിട്ട് പറയുകയാണ്, അവൾ കാരണം ഇപ്പം ഞങ്ങൾക്ക് ആ ടെൻഷൻ മറ്റുള്ളവരുടെ പരിഭവവും പരാതിയും എല്ലാം കേട്ട് ഞങ്ങൾ മടുത്തു, പുറത്തിറക്കി വിടാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്രയും മോള് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുമ്പം നയന ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, അനാമിക വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ നയനയ്ക്ക് എന്തോ ടെൻഷൻ ആവുകയാണ്. നയന പറയുകയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴും ഗോവിന്ദൻ പറയും, നേരെ മോളെ അവളെ ഒന്ന് സംസാരിച്ച് അവളെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കും മോളെന്ന് പറഞ്ഞ് വിടുവാണ് കേട്ടോ. ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോഴേ നന്ദു നയനേനെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്തിനാ പൂട്ടിയിട്ടേന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ചേച്ചി എന്ന് പറഞ്ഞ് കരയുവാണ് കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, ഇവിടെ വന്ന് നിൻ്റെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തീർക്കാൻ പറ്റില്ല, അപ്പോഴേക്കും ആദർശേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടും പോയി എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയും, ചേച്ചി ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഓർത്തില്ല, ചേച്ചീനോട് കണ്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല, ഞാൻ പോയി ചേച്ചിക്ക് ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദു അടുക്കളയിലോട്ട് പോകണം കേട്ടോ. ആ സമയത്ത് നയന ഓടിച്ചെന്ന് നന്ദുവിൻ്റെ ഫോൺ എടുത്തിട്ട് അനാമികയുടെ നമ്പർ നോക്കുവാണ് കേട്ടോ. അപ്പോൾ ആ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് ലിസ്റ്റിൽ അന്ന് രാത്രി വിളിച്ച് സമയമെടുത്ത് പുള്ളിക്കാരി ആ ഫോൺ നമ്പർ നോക്കുമ്പോഴത്തേക്കും അത് അനിയുടെ നമ്പറാണെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പം നയന ചിന്തിക്കുന്നുണ്ട്, അവർ പേര് പരസ്പരം മാറ്റിയിട്ടേക്കുവാ രണ്ടുപേരും, എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ പിടി കിട്ടുവാണ് കേട്ടോ. നയന അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പം ഗോവിന്ദൻ ചോദിക്കുകയാണ്, മോള് പോവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇറങ്ങുക അച്ഛാ, ഇച്ചിരി തിരക്കുണ്ടെന്ന് പറയണം കേട്ടോ. എന്ത് പറ്റി മോളെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റാൻ അച്ഛാ, നിങ്ങളൊന്നും ഇപ്പോൾ എന്നോടൊന്നും തുറന്ന് പറയുന്നില്ലല്ലോ, എല്ലാം പ്രശ്നങ്ങളായി കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്, പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദന് വിഷമം വരുന്നുണ്ട്. പക്ഷേ ഗോവിന്ദനൊന്നും പറയുന്നില്ല. ആ സമയത്ത് നന്ദു ചായയും കൊണ്ട് വരുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ നയനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന നന്ദു പറയുകയാണ്, എന്തിനാ അച്ഛൻ ഇങ്ങനെ പൂട്ടിയിടുന്നത്, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നതിൻ്റെ പേരിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നിനക്ക് ഒരുപാട് അവസ്ഥകൾ നമ്മൾ കടന്നു പോയതറിയാം, എന്നിട്ട് നീ പിന്നെയും നിൻ്റെ ചേച്ചിമാരുടെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത്, ഇപ്പോൾ പോയ നയനമോൾ എത്ര വിഷമിച്ചാണ് വന്നത് നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയും, കയറിപ്പോ വീട്ടിൽ, നിന്നെ എന്തായാലും പൂട്ടിയിട്ടേ മതിയാവുള്ളൂ, ആ അവസ്ഥയിലോട്ടാണ് നീ കാര്യങ്ങൾ കൊണ്ടാക്കിയെന്ന് പറയണം കേട്ടോ. തിരിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും നയനോട് കനക ചോദിക്കുവാണ്, മോൾ എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട് വരെ പോയതാ, അച്ഛൻ നന്ദുവിനെ പൂട്ടിയിട്ട് അറിഞ്ഞു പോയതാന്ന് പറയുമ്പോഴേക്കും ഒന്നും അറിയാത്ത രീതി കനക പറയാം, എപ്പോഴും പുറത്ത് പോയി ആൺപിള്ളേരോടെ കളിയൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും അച്ഛൻ പൂട്ടിയിട്ടേക്കുന്നതെന്ന് പറയുമ്പോഴേക്കും നയന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നയനയുടെ നിപ്പ് കാണുമ്പോൾ ചോദിക്കും, മോളിലോട് അച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പം നയന പറയാണ്, എന്നോടിപ്പോൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ, പല പ്രശ്നങ്ങളും ഈ വീട്ടിലുണ്ടായത് ഇതുപോലെ ആരും പരസ്പരം ഒന്നും പറയാതെ മൂടി വെച്ച് ലാസ്റ്റ് അത് പുറത്തു വന്നപ്പോഴാണ് മാത്രം അമ്മയൊന്ന് ഓർത്താൽ മതി എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ജലജയ്ക്ക് ആൾക്കൂടെ വിഷമമാവാണ്. അപ്പം നയന പറയുന്നുണ്ട്, അമ്മേനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പോയിട്ട് നേരെ കല്യാണീനെ വിളിക്കുവാണ്. എന്നിട്ട് കിരണേട്ടൻ വഴി അവരുടെ കോളിൻ്റെ സൈബർ സെല്ലിൽ നിന്ന് ഹിസ്റ്ററി എടുപ്പിക്കുവാണ് കേട്ടോ. എടുപ്പിച്ച് ഹിസ്റ്ററി കിട്ടി കഴിയുമ്പോഴേക്കും നയനയ്ക്ക് മനസ്സിലാവും ഇവർ പരസ്പരം കുറേ നേരം സംസാരിക്കാറുണ്ടെന്ന്. അങ്ങനെ എനിക്ക് നയന നേരെ ചെല്ലുന്ന അനിയുടെ അടുത്തേക്കാണ് കേട്ടോ. അനിയുടെ അടുത്ത് നിന്നിട്ട് പറയും, നന്ദുവിനെ ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയി കണ്ടിരുന്നു, അവളെ മുറി പൂട്ടിയിട്ടേക്കും അച്ഛൻ, നന്ദുവിൻ്റെ പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ട്, ഇപ്പം നന്ദുവിൻ്റെ പ്രശ്നത്തെക്കാളും കൂടുതൽ അനിയുടെ പ്രശ്നങ്ങളാണല്ലോ, എനിക്കെന്താ കുഴപ്പം, കല്യാണം എടുക്കാറായപ്പോഴേക്കും എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ അനിയോട് ചൂടാവുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ചെറിയ ടെൻഷനൊക്കെ തോന്നും. എങ്കിലും അനി പറയും, എനിക്ക് ഈ കല്യാണം വേണ്ട, കുറച്ച് നീട്ടി വെക്കാൻ ഞാൻ അടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പറയണമെന്ന് പറയുമ്പോഴേക്കും ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീട്ടി വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ പൊതുവേ ആണുങ്ങൾ പെണ്ണുങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ, ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ, അവൾ ഇങ്ങോട്ട് വന്നാ ഇഷ്ടം പറഞ്ഞത്, എൻ്റെ ഇതുപോലും ആരും ചോദിച്ചില്ല, എനിക്കൊരു ആരാധികയോടുണ്ടായിരുന്ന കാണാനുണ്ടായിരുന്ന ഒരു ആകാംക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒരു താല്പര്യമില്ല എന്ന് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് നയനയോട് മുത്തശ്ശൻ പറയുവാണ്, എന്താണെന്നറിയത്തില്ല, എനിക്ക് ആ കൂടെ ഒരു താല്പര്യമില്ലായ്മ, മോളോട് വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല മുത്തശ്ശ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണെങ്കിലും കല്യാണം നടക്കണം, ആ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മോള് സംസാരിച്ചാൽ മതി, അല്ലാതെ ഒരു പിന്തുണയും കൊടുക്കണ്ടെന്ന് പറയുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ആ വാക്ക് കൊടുത്തേ, ആ വാക്ക് തെറ്റിക്കേണ്ട വന്നാൽ മരിക്കുന്നതിന് തുല്യമാണെന്ന് മുത്തശ്ശനും പറയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നയന ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ്, നേരെ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ മറ്റൊരു കാര്യത്തിലും ഞാനും ഇടപെടാൻ പാടില്ല എന്ന് ചിന്തിച്ച് നയന ഇങ്ങനെ ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. സ്റ്റെപ്പ് കൂടെ താഴെ അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.